ഹായ് ഡിയേഴ്സ്, എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എവിടെ നമ്മുടെ കേരളത്തിൽ പരക്കെ മഴ പെയ്യുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ വലിയ മഴയൊന്നും പാലക്കാട് കണ്ടില്ല കേട്ടോ. പാലക്കാട് 7 കിലോമീറ്റർ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. വലിയ മഴയൊന്നും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വലിയ മഴയൊന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് കേട്ടോ. ഒന്നുമില്ല, ഞാൻ പിന്നെ ഇന്നലെ കുറേ കാലമായി ഞാൻ ATM കയറിയിട്ട് എനിക്ക് ഒരു കൂട്ടർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാഷായിട്ടാണ് കൊടുക്കേണ്ടത്. അവർക്ക് GPay ഒന്നുമില്ല, ക്യാഷായിട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ലാനും. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ATM പോയേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ കുറേ കാലമായി ATM പോയിട്ട് പോവാറില്ല. എപ്പോഴും അക്കൗണ്ടിലാണെങ്കിലും GPay വഴിയാണ് പൈസ വരുന്നത്. ഞാനാണെങ്കിലും എപ്പോഴും GPay ആണ് ഉപയോഗിക്കുക. അത്യാവശ്യം ക്യാഷ് അങ്ങനെ എനിക്ക് കൊടുക്കേണ്ടി വരില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ 1-2 കേസുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുക്കണം പൈസ എന്തായാലും. അപ്പോൾ എനിക്ക് ATM കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ SBIയുടെ ATM എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ജംഗ്ഷനിലുണ്ട് കേട്ടോ. അവിടെ പോയി ATM കാർഡൊക്കെ എടുത്തു, ഞാൻ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എമൗണ്ട് അടിക്കണമല്ലോ. എമൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിജിറ്റ്സ് നോക്കണം. ഡിജിറ്റ്സിൽ ആ ബട്ടണിൽ ഡിജിറ്റ്സ് ഒന്നും കാണാനില്ല. 1 2 3 0 1 2 3 10 കാണുന്നേ ഇല്ല. അപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇതെന്താ ഒരു സ്റ്റീൽ ബട്ടണാണ്. അതിൽ മുഴുവൻ ഇസഡ് എന്നുള്ളതിൻ്റെ ഒരു ഡോട്ട് പോലെയാണ് എനിക്ക് കാണുന്നത്. എല്ലാ SBIയുടെ ATM അങ്ങനെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പോയിട്ട് കുറേ കാലമായല്ലോ. അപ്പം ഇതെന്താ ഇങ്ങനെ ഞാനിങ്ങനെ എമൗണ്ട് അടിക്കുക. എനിക്ക് ഒരു 5000 രൂപയാണ് എടുക്കാനുണ്ടായിരുന്നത്. എങ്ങനെ ഞാൻ എടുക്കും? ഇത് കണ്ടാലല്ലേ 5 കണ്ടാലല്ലേ 5ൽ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടൽ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഡിജിറ്റ്സ് ഒന്നും കാണണില്ല. അപ്പോഴേക്കും പിന്നെ ടൈം ഔട്ടായി എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസലായി. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ഈ ഡിജിറ്റ്സ് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്ക് കാണാനേ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞ്, അപ്പോഴെല്ലാം ഇത് ക്യാൻസലായി എന്ന് പറഞ്ഞ് സ്ക്രീൻ ഔട്ടായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവമാണല്ലോ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ അതെന്താ എഴുതിയിരുന്നത് എന്നുള്ളത്. ഞാൻ വെറുതെ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കിയപ്പോൾ ബാക്കിൽ പുറത്ത് വേറൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ ഞാൻ ഉള്ളിൽ പിടിച്ചു. അപ്പോൾ ഇത് എൻ്റെ കണ്ണിൽ ഇവരൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ, നമുക്കൊന്നും അറിയണമല്ലോ ഇവരും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് എന്താണിത്, ഞാൻ എങ്ങനെയാണ് എനിക്ക് വേണ്ട എമൗണ്ട് ഞാൻ പ്രസ് ചെയ്തതിൽ എമൗണ്ട് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയും സൂക്ഷിച്ച് നോക്കിയിട്ട് ശരിയാണല്ലോ, ആ സ്ത്രീയും ആദ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയില്ല, അതും ഇനിയിപ്പോൾ ഇവിടെ മാത്രം സംഭവിച്ചതാണോ എന്ന് എനിക്കറിയില്ല, ഈ ബ്രാഞ്ചിൽ മാത്രം. ശരിയാണല്ലോ ഇതൊന്നുമല്ല. എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ആദ്യം മുതൽ 1 2 3 എന്ന് അടിച്ച് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ആക്കാൻ പറഞ്ഞു. അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ 1 2 എന്നൊക്കെ ആക്കി മനസ്സിൽ ആലോചിച്ച് അത് പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും ടൈം ഔട്ട് വീണ്ടും. വല്ലാത്ത ബുദ്ധിമുട്ടായി. പിന്നെ ഇത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ പിന്നെ വീണ്ടും അത് പിന്നെ കാർഡ് പുറത്തെടുത്ത് വീണ്ടും ഞാൻ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് ഒന്നും ഇല്ലാതെ ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ എൻ്റെ അവസ്ഥയാണ് ഇതിന് എന്നെക്കാളും പ്രായമായവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ് ഉള്ളത് കൊണ്ടായിരിക്കാം കാണാത്തത് എന്ന് പറഞ്ഞ് സ്പെക്സ് വെച്ചിട്ടും കാണില്ല. അപ്പോൾ കുറച്ചുകൂടി പ്രായമായവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും തല കുറച്ച് കുനിച്ചിട്ടും ചരിച്ചിട്ടും എല്ലാം നോക്കിയപ്പോഴാണ് വളരെ ലൈറ്റായിട്ട് എന്താ പറയുക, നമ്മളൊരു ഷാഡോ ഒക്കെ ഉണ്ടാവില്ലേ, വണ്ണിൻ്റെ ഷാഡോ വളരെ ലൈറ്റ് ഡാർക്ക് കളറിലാണ് കണ്ടു. ഞാൻ ഒരു നിഴൽ കണ്ടു കേട്ടോ ഞാൻ 1 2 3യുടെ. അപ്പോൾ കുറച്ച് സമാധാനമായോ ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനങ്ങനെ കുറച്ച് ചരിഞ്ഞും ഇങ്ങനെ എന്താ പറയുക വളഞ്ഞും ഒക്കെ നോക്കിയിട്ട് ഞാൻ എമൗണ്ട് അടിച്ച് എനിക്ക് പൈസ കിട്ടി. ഞാൻ ആലോചിക്കുന്നത്, ഈ പ്രായമായവർ വന്നാലൊക്കെ ഇത് എങ്ങനെ കാണാൻ പറ്റും?
ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യം. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ ബ്രാഞ്ചിൽ മാത്രം ഞാൻ എന്നിട്ട് മക്കളോട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി, ഇങ്ങനെ ആയിരുന്നു സംഭവം എന്നൊക്കെ ഞാൻ മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ഒരു പക്ഷേ അത് ടച്ച് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ എന്താ പറയുക, അതിൻ്റെ ഇതൊക്കെ പോയതായിരിക്കുമോ, കളറ് പോയതായിരിക്കുമെന്ന്. എന്നാൽ ആ പിന്നെ ബട്ടണിൽ ഡോട്ട് നന്നായി കാണുന്നുണ്ട്, ഇസഡ് എന്നുള്ള ഡോട്ട് നന്നായി കാണുന്നുണ്ട്, സ്റ്റീലും നല്ല ബ്രൈറ്റാണ്, നല്ല ഷൈനിങ് ഉണ്ട്. ഡിജിറ്റ്സ് മാത്രമാണ് കാണാത്തത്. എനിക്കറിയില്ല, അത് ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും ഇങ്ങനെ തന്നെ ആണെങ്കിൽ അത് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് അറിയിക്കണം കേട്ടോ. ഈ ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ മാത്രം കുഴപ്പമാണോ അതോ എല്ലാ SBIയിലും ഇങ്ങനെ തന്നെ ആണോ? ഇത് നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലേ? നിങ്ങൾക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ള ഒരു വിവരമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അഥവാ ഇനി ഇല്ലെങ്കിൽ എല്ലാ SBI ATMയിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർ ഇതിനൊരു തീരുമാനം എടുക്കണം. ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ കണ്ണിന് വലിയ കാഴ്ച ഇല്ലാത്തവരും സ്പെക്സ് ഇട്ടിട്ടും കാണുന്നില്ല, അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ നല്ല തീരുമാനങ്ങൾ SBI എടുക്കണം. പലരും പല പ്രായത്തിലുള്ളവർ പല തരത്തിലുള്ള ആൾക്കാർ വന്നു പോകുന്നതാണ്. അവർക്ക് ഈ ഡിജിറ്റ്സ് കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ, ക്ലിയറായിട്ട് കണ്ടാൽ മാത്രമേ എമൗണ്ട് പിൻകോഡും ഒക്കെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാര്യത്തിലൊരു ശ്രദ്ധ വേണം. SBI ഈ കാര്യം ഗൗരവമായി കണക്കിലെടുക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല. ഇതുവരെ ഞാൻ ആരും പറയുന്നത് കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതിൻ്റെ കുഴപ്പമാണോ ചിലപ്പോൾ വന്നിട്ടുണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു നല്ലൊരു കാര്യമായിട്ട് ഈ വീഡിയോ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് SBI എടുക്കണം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.